നമസ്കാരം. നമ്മുടെ കരിക്കുലറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, പ്രത്യേകിച്ചും നമ്മുടെ ഈ കാലത്ത് നമ്മുടെ പഠന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടറിവ് പാട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള ചില ക്ലാസ്സുകൾ നമ്മുടെ സ്കൂൾ മുഖേനയും കോളേജ് മുഖേനയും നടത്താറുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയെ അതിൻ്റെ വേറൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു കാരണത്തിലേക്ക് മാറ്റാനും ഇത്തരം പാട്ടുകൾക്ക് കഴിയും. അതിന് ഏറ്റവും നല്ല ഒരു മേഖലയാണ്, മാധ്യമമാണ് നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത്. നാടൻ പാട്ടുകൾ നമുക്കറിയാം, വാമൊഴിയായി തലമുറ കൈമാറി വന്ന നാടോടി ശീലുകളാണ് കേരളത്തിലെ നാടൻ പാട്ടുകൾ. നാടൻ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിഷയം പല തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടായ്മയിലുണ്ടാകുന്ന സ്വത്വബോധത്തെ കൊണ്ടുള്ള അന്വേഷണ രീതികളൊക്കെ നാട്ടറിവ് പാട്ടിൽ വരും. ഇന്ന് നാം ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ പ്രസ്താവിക്കുന്നത് നാടൻ പാട്ടുകളിൽ കുട്ടികളുടെ പാട്ടുകളുണ്ട്. കുട്ടികളുടെ പാട്ടുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കുട്ടികളുടെ പാട്ടുകളുണ്ട്. കൗണ്ടിങ് റൈമുണ്ട്, ഇമിറ്റേഷൻ സോങ്സ് ഉണ്ട്, പൂച്ചയെക്കുറിച്ചുള്ള പാട്ടുണ്ട്, പല്ലിയെക്കുറിച്ചുള്ള പാട്ടുണ്ട്, അങ്ങനെ കോഴിയെക്കുറിച്ചുള്ള പാട്ടുണ്ട്, കൊതുകിനെ കുറിച്ചുള്ള പാട്ട്. ഇതൊക്കെ കുട്ടികളുടെ കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കുട്ടികളുടെ വേറെ ഇമാജിനറീസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കുട്ടികളുടെ ചില ചെറിയ എന്താ പറയുക, വിനയം, ആദരവ്, അല്ലെങ്കിൽ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള വിനയങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൊച്ചു കൊച്ചു പാട്ടുകളുണ്ട്. ഒരുപക്ഷെ ആ പാട്ടിനെക്കുറിച്ച് ആരും നാടൻ പാട്ട് പാടുമ്പോൾ നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ട്രഡീഷണൽ പാട്ടുകൾ പാടുകയും ഇതാണ് നാടൻ പാട്ട് എന്ന് ധരിച്ചിരിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയം ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പഠിതാവ് എന്ന രീതിയിൽ നമുക്ക് ഇത്തരം പാട്ടുകളെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ കൗണ്ടിങ് റൈം എണ്ണപ്പാട്ടുകൾ പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാർ പഠിപ്പിച്ചിരുന്നത് ചില എണ്ണ പാട്ടിലൂടെയായിരുന്നു. എണ്ണം ചൊല്ലിക്കൊണ്ടാണ് പാട്ട് പഠിപ്പിച്ചിരുന്നത്. അതിനെയാണ് എണ്ണൽ പാട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് സിനിമയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഒന്നാന ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു, രണ്ടാനാം ഉല്ലാസ യാത്ര പോയപ്പോൾ രണ്ട് ചെല്ലുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു, മൂന്നാനാം ഉല്ലാസ യാത്ര പോയപ്പോൾ 3 നാരങ്ങ 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. ഇത് സിനിമയിൽ ഉപയോഗിച്ച ഒരു പാട്ടാണ്. സിനിമയിൽ അതിൻ്റെ ആ സീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിച്ചൊരു പാട്ട്, ചിത്രശലഭങ്ങൾ എന്ന ഒരു സിനിമ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചില റൈമുകളുണ്ട്, കൗണ്ടിങ് റൈമുകൾ. ഒന്നാം മലരേ തോപ്പേ 1.5 വട്ടി തിന വിതച്ചേ, തിനയ്ക്കൊപ്പം പൂവും കായും കതിരൊപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് ചതുരം കൊത്തി, രണ്ടാം മലരേ തോപ്പേ 2.5 വട്ടി തിന വിതച്ചേ, തിനയ്ക്കൊപ്പം പൂവും കായും കതിരൊപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് ചതുരം കൊത്തി, മൂന്നാം മലരേ തോപ്പേ 3.5 വട്ടി തിന വിതച്ചേ, തിനയ്ക്കൊപ്പം പൂവും കായും കതിരൊപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് ചതുരം കൊത്തി. അപ്പോൾ ഇങ്ങനെ 3-ാം മലര് 4-ാം മലര് 5-ാം മലരൊക്കെ എണ്ണി കുട്ടികൾക്ക് പാട്ട് പഠിക്കുകയും ചെയ്യും, എണ്ണം പഠിക്കുകയും ചെയ്യും. ഇത്തരം രീതിയാണ് എണ്ണൽ പാട്ട് അല്ലെങ്കിൽ കൗണ്ടിങ് റൈം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ കുറേ അന്വേഷിച്ച് നമുക്ക് ഇത്തരം പാട്ടുകൾ കണ്ടെത്താൻ കഴിയും. 1-ാം മല കയറി പോവേണ്ടേ, അവിടുന്ന് തലം കുത്തി ചാടേണ്ടേ, 2-ാം മല കയറി പോവേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ, 3-ാം മല കയറി പോവേണ്ടേ,
അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. ഇതും പണ്ടത്തെ ഒരു നാടൻ പാട്ടാണ്. പിന്നെ അത് സിനിമയിലൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ ഇതൊക്കെ പണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എണ്ണം പഠിപ്പിക്കുന്ന ഒരു മാധ്യമമായി ഉപയോഗിച്ചിരുന്നത് ഇത്തരം പാട്ടുകളെയാണ്. അതുപോലെ കുട്ടികളുടെ പാട്ട് എന്ന് പറയുന്നത് എണ്ണം ചൊല്ലിക്കൊണ്ട് പഠിക്കും. പിന്നെ ചില പാട്ടുകളുണ്ട്, ഇമിറ്റേഷൻ സോങ്സ് ഉണ്ട്. രാമന്നാർക്ക് തോട്ടമുണ്ടടിക്ക് 7 പൊക്കത്തില്ലേ, അങ്ങനെ പാടുന്നുണ്ട്. തോട്ടത്തിൽ പട്ടിയുണ്ട് 7 പൊക്കത്തില്ലേ. അപ്പോൾ എന്താ പട്ടി, അപ്പോൾ പട്ടിയുടെ സൗണ്ട് ഉണ്ടാക്കുക, ബൗ ബൗ, അങ്ങനെ ഉണ്ടാകുന്ന പാട്ടുകളുണ്ട്. അതുപോലെ പൂവിനെ കുറിച്ച് പാട്ടുകളുണ്ട്. വാ പൂവേ പുന്നാരപ്പൂവേ, വാസന കേട്ടു വരാ മുല്ലപ്പൂവേ, പൂവേ നിന്നമ്മ മരിച്ചതിൻ പിന്നെ ഞാനല്ലോ നിന്നെ കരുവാക്കി പൊന്നേ. അങ്ങനെ ഒത്തിരി പാട്ടുകൾ, നാടൻ പാട്ടുകൾ, പ്രത്യേകിച്ചും കുട്ടികളുടെ ലോറുമായി കുട്ടികളുടെ അറിവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാട്ടുകളുണ്ട്. ചില പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തിയിട്ട് അത് നാടൻ പാട്ടായിട്ട് മാറിയിട്ടുണ്ട്. അത്തരത്തിലാണ് ഓടിച്ചിട്ട് പീഡിക്കുമ്പോൾ എന്താണ് പറയണ കോഴിക്കുഞ്ഞ്, ഓട്ട മത്സരം നടത്തുന്നേ എന്നാണ് പറയണ കോഴിക്കുഞ്ഞ്, തൂവൽ പറിക്കുമ്പോൾ എന്താണ് പറയണ കോഴിക്കുഞ്ഞ്, കുപ്പായമൂരണ് എന്നാണ് പറയണ കോഴിക്കുഞ്ഞ്. അത്തരത്തിലുള്ള ചില പാട്ടുകളുണ്ട്. ഇതൊക്കെ കുട്ടികളുടെ പാട്ടാണ്. ഒന്നാം കല്ലും കൊമ്പത്ത് എന്താണു താത്തമ്മേ തൂക്കിച്ചിരിക്കണ, രാജാകുമാരി